അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്, ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദർ അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്, അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്, സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അവൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ കുരിശിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശ് ആരാധനം,